പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ സർക്കാരിനെതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. സർക്കാരിന്റെ PRD വഴി പത്രങ്ങളിൽ നൽകിയ ചില പരസ്യങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും ചട്ടവിരുദ്ധവുമാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം. ഇത് കേവലം ഒരു രാഷ്ട്രീയ വിമർശനത്തിനപ്പുറം ജനങ്ങളുടെ നികുതി പണം എങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നതിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് നടത്തുന്ന ഇത്തരം പ്രചരണങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്ഥാനങ്ങളിൽ നിന്നല്ല, മറിച്ച് സർക്കാർ ഖജനാവിൽ നിന്നാണെന്നത് ഗൗരവകരമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ഈ പരസ്യങ്ങളുടെ പേയ്മെന്റ് പോലും നിലവിലെ സർക്കാർ നൽകില്ലെന്നും അത് അടുത്തുവരുന്ന സർക്കാരിന്റെ ബാധ്യതയായി മാറുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. പരസ്യങ്ങളുടെ ഉള്ളടക്കത്തെയും രീതിയെയും അദ്ദേഹം ശക്തമായി വിമർശിക്കുന്നു. 10 വർഷം മുമ്പുള്ള കാര്യങ്ങളെ നെഗറ്റീവായി ചിത്രീകരിക്കുന്ന ഒരു പേജും നിലവിലെ സർക്കാരിന്റെ നേട്ടങ്ങൾ മാത്രം പറയുന്ന മറ്റൊരു പേജും ചേർത്താണ് ഈ പ്രചരണം നടക്കുന്നത്. എന്നാൽ ഇതൊരു പരസ്യമാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം വാർത്താ റിപ്പോർട്ടുകൾ എന്ന രീതിയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇത് അഡ്വർടൈസ്മെന്റ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇത്തരം ഹീനമായ പ്രചരണ തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ ഭാവിയിൽ ഇതിന് മറുപടി പറയേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിയിൽ തയ്യാറാക്കിയ ബോണ്ട് രൂപത്തിലുള്ള ഉള്ളടക്കമാണ് മറ്റ് പത്രങ്ങളിലും ഇത്തരത്തിൽ നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് കാലത്ത് പരസ്യം നൽകാം, അതിലാർക്കും പരാതിയില്ല. എന്നാൽ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണം നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് സതീശന്റെ പക്ഷം. സർക്കാരിന് സ്വന്തമായി ഉയർത്തിക്കാട്ടാൻ നേട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പഴയകാല കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ പരസ്യം പ്രസിദ്ധീകരിക്കാൻ തയ്യാറാകാത്ത മാധ്യമങ്ങളെ അദ്ദേഹം പ്രത്യേകം അഭിനന്ദിക്കുന്നുമുണ്ട്. സർക്കാരിൽ നിന്നുള്ള പണം വേണ്ടെന്ന് വെച്ച് ഇത്തരം തെറ്റായ പ്രചരണങ്ങളിൽ പങ്കാളികളാകാത്ത നിലപാട് സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറയുന്നു. ഈ വിഷയത്തിൽ കേവലം രാഷ്ട്രീയമായ പ്രതിഷേധം മാത്രമല്ല, നിയമപരമായ നടപടികളുമായും മുന്നോട്ടു പോകാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം പരസ്യ തന്ത്രങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് തുടരുമെന്നും അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. മൊത്തത്തിൽ സർക്കാർ സംവിധാനങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനായി ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇവിടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് മുഴുവൻ കണ്ടു നോക്കാം. നാട്ടുകാരുടെ പൈസ വെച്ചിട്ടാണ്, നാട്ടുകാരുടെ പണമാണ്, അവരാരെ വീട്ടിൽ നല്ലത് കൊടുക്കണം. മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ പേയ്മെന്റ് കൊടുക്കാൻ പോകുന്നില്ല, അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് ഇതിന്റെ പേയ്മെന്റ്. ഈ PRD പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എത്രമാത്രം അധപതിപ്പിക്കാമോ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കണ്ടത്. ഞങ്ങൾ ഇതിനു മുമ്പൊരു കാര്യം പറഞ്ഞിരുന്നു. ചില പത്രങ്ങൾ അഡ്വർടൈസ്മെന്റ് അല്ലാതെ പണം മേടിക്കുന്നു, സർക്കാരിൽ നിന്നും CPMൽ നിന്നും പണം മേടിക്കുന്നു. ഇതിപ്പോ സർക്കാരിന്റെ പണമാണ്. സർക്കാരിന്റെ പണം 10 കൊല്ലം മുമ്പുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ളൊരു പേജ്. രണ്ടാമത്തെ പേജ് 10 കൊല്ലം ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പേജ്. ഞാൻ ചെയ്യേണ്ട PRDയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് PRD പോയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇതിന് മറുപടി പറയേണ്ടി വരും ഭാവിയിൽ. ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കേട്ട് ഇത്തരം ഹീനമായ പ്രചരണ തന്ത്രങ്ങൾ നാട്ടുകാരുടെ പൈസ വെച്ചിട്ടാണ്, നാട്ടുകാരുടെ പണമാണ്, അവരാരെ വീട്ടിൽ നല്ലത് കൊടുക്കണം. മാത്രമല്ല, ഈ ഗവൺമെന്റിന്റെ പേയ്മെന്റ് കൊടുക്കാൻ പോകുന്നില്ല, അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് ഇതിന്റെ പേയ്മെന്റ്. എന്നിട്ട് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കുകയും ചെയ്യും. ഒരു സംശയം വേണം. ഇത്രയും ഒരു തരം താണ രീതിയിലുള്ള ഒരു പ്രചരണം, ഒരു അഡ്വർടൈസ്മെന്റ് ആണ് എന്ന് പോലും തോന്നാത്ത രീതിയിലാണ് ആ പ്രചരണം നടത്തിയിരിക്കുന്നത്. അത് ചെയ്യാത്ത മാധ്യമങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കും. ഞങ്ങൾക്കത് വേണ്ട, ആ പണം വേണ്ട. ഇത്തരം ഒരു ഹീനമായ ഒരു പ്രചരണം നടത്തി അതിന്റെ പണം ഞങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ച മാധ്യമങ്ങളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കും. അതായത് ശരിക്കും CPMന്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ ബോണ്ടാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദേശാഭിമാനി പത്രത്തിൽ തയ്യാറാക്കിയ സംഭവമാണ് ഇത്. അങ്ങനെ അത് കൊടുത്തിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ് എന്ന് തോന്നുന്ന തരത്തിൽ ഒരു പരസ്യത്തിന്റെ രൂപമില്ലാതെ കൊടുത്തിരിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പരസ്യമാണെന്ന് മനസ്സിലാവില്ല. ഇതൊരു റിയൽ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്ന തരത്തിലാണ്. അത് അഡ്വർടൈസ്മെന്റ് ചട്ടങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. ഞങ്ങളതിന് ലീഗലായിട്ട് നേരിടും.
അഡ്വർടൈസ്മെന്റ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. അത് സർക്കാരിന്റെ പണം, നാട്ടുകാരുടെ പണമാണ്, നമ്മുടെ നികുതി പണം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. CPM കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ട്, അവരെ കാശ് ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾ കൊടുക്കും. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പത്രത്തിൽ പരസ്യം കൊടുക്കുക, അത് ഞങ്ങളുടെ പണം ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്, പാർട്ടിയുടെ പണം ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. പാർട്ടി അക്കൗണ്ടിൽ നിന്നാണ് അതിലേക്ക് ഞങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നത്, നാട്ടുകാരുടെ പൈസ ഉപയോഗിച്ചല്ല പരസ്യം നടത്തുന്നത്. തീർച്ചയായിട്ടും അതാണല്ലോ ചെയ്യുന്നത്. ഇവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് പഴയ കാലത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നെഗറ്റീവായിട്ട് നടന്നതുപോലെ ഒറിജിനൽ ആണെന്ന് രീതിയിൽ പരസ്യം നടത്തുകയാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി.